ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മൃദംഗനാദത്തിനെ പറ്റി, അതിലെ ദിവ്യ ഉണ്ണിയെ പറ്റി ഒരു കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം. അതായത് ഇപ്പോൾ എല്ലാവരും ദിവ്യ ഉണ്ണിയെ പരാമർശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഗിന്നസ് റെക്കോർഡ് നേടാനുള്ള അർഹതയുണ്ടോ, അഥവാ അല്ല അവരിനി ഈ കിട്ടിയ ഗിന്നസ് റെക്കോർഡ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മൾ കുറേ ചാനലുകളിൽ പറയുന്നത് കേട്ടു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മൃദംഗനാദം ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുക, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മാത്രമായിരുന്നു ദിവ്യ ഉണ്ണി. അതായത് ഒരാൾ വേണമായിരുന്നു, അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ വേണമായിരുന്നു. ദിവ്യ ഉണ്ണിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ നല്ലൊരു നർത്തകിയാണ്. അപ്പോൾ അവരെ സെലക്ട് ആക്കുന്നു. അവർ തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, അവരെ സെലക്ട് ചെയ്തപ്പോൾ അവരും ഞെട്ടിപ്പോയി. അപ്പോൾ അവർക്ക് അതിലൊരു അവസരം കിട്ടുക, അതവർ ഉപയോഗിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവരെ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. ഇനിയും കോടികളുടെ തട്ടിപ്പ് ഇതിലുണ്ട്. അതിലവരിനി അവർക്കും ഒരു തുക കിട്ടിയോ എന്നൊക്കെ അത് പോലീസും ഒക്കെയാണ് അന്വേഷിക്കേണ്ടത്. പക്ഷെ ഒരിക്കലും അവരും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഒരു 12,500ഓളം കുട്ടികളെ വെച്ച് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ദിവ്യ ഉണ്ണിയെ സെലക്ട് ചെയ്യുന്നു. അവരത് നന്നായിട്ട് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം അവർ നല്ലൊരു നർത്തകി തന്നെയാണ്. അത് നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കലാകാരിയാണ് ദിവ്യ ഉണ്ണി. നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മളാണെങ്കിൽ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ അത് നമ്മൾ കൂടുതലും ഉപയോഗിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതിലൊരിക്കലും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്. അതായത് ഇത്രയും കോടികൾ തട്ടിയെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേജെങ്കിലും നല്ലത് പണിയാനുള്ളൊരു മനസ്സ് വേണം. നമ്മളാണെങ്കിൽ ഉമാ തോമസ് വീഴുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. ഞാനതൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുമുണ്ട്. പക്ഷേ അത് കണ്ടു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് തെള്ളിയിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും തെള്ളിയിട്ടതല്ല. കാരണം അവർക്കൊന്ന് നിൽക്കാനുള്ള സ്പേസ് കൂടിയില്ല. ചെയർ മുന്നിലോട്ട് ഇട്ടേക്കുന്നു. അവരൊന്ന് എണ്ണിട്ടൊന്ന് നടക്കുമ്പോൾ തന്നെ വീഴാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ആ വീഡിയോ നമ്മളൊന്ന് ശരിക്കും കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നതാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റേജ് നിർമ്മിച്ചവരെ വേണം നമ്മൾ ആദ്യം ചോദ്യം ചെയ്യാൻ. കാരണം അത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഷോ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ സേഫ്റ്റി, അതായത് അവരുടെ സുരക്ഷ നോക്കണമായിരുന്നു. കാരണം അവരൊന്ന് എണ്ണിട്ടിട്ട് നമ്മളാണെങ്കിലും പെട്ടെന്നൊന്ന് എണ്ണിട്ടിട്ട് കുറേ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അവരൊരു MLA ആണ്. അവരെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം.